നമസ്കാരം. ഇന്നത്തെ നിരീക്ഷണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. ചോദ്യം വളരെ ഡയറക്റ്റാണ്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ വല്ല സാധ്യതയുമുണ്ടോ? കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഓഫീസർ, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് നടക്കുമെന്നും നടക്കില്ല എന്നും പറയാൻ സാധ്യതകളുണ്ട്. അദ്ദേഹം പറയുന്നത് ഉപതെരഞ്ഞെടുപ്പ് ഇല്ല എന്നതിന് കൺഫർമേഷൻ ആയിട്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ട എന്നൊരാലോചന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുമ്പിൽ പോലും ഉണ്ട് എന്ന സൂചന അതിനകത്തുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് വരാൻ സാധ്യതയില്ല, ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവാൻ വഴിയില്ല എന്നതിൻ്റെ സൂചനകളും അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസ്താവനയിലുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിൽ ഒരുമിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 6 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? 6 സംസ്ഥാനങ്ങളിൽ കാശ്മീരിൽ 2 സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. ഗുജറാത്തിൽ 2 സീറ്റിൽ നടക്കേണ്ടതുണ്ട്. പഞ്ചാബിൽ 1, ബംഗാളിൽ 1, മണിപ്പൂരിൽ 1. ഇങ്ങനെ 5 സംസ്ഥാനങ്ങളിലും കേരളത്തിലെ നിലമ്പൂരും, അങ്ങനെ 6 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളാണ് ഒരുമിച്ച് നടക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ 6 സംസ്ഥാനങ്ങളിലായി 8 സീറ്റുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ഉപതെരഞ്ഞെടുപ്പുകളെക്കുറിച്ച് നമ്മുടെ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ പറയുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചേ നടത്തൂ. ഒരുമിച്ച് നടത്താനാണ് തീരുമാനം എന്ന് പറഞ്ഞ അതേ അറിയിപ്പിൽ തന്നെ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നുണ്ട്, കേരളം ഒഴികെയുള്ള മറ്റ് 5 സംസ്ഥാനങ്ങളും അതിർത്തി സംസ്ഥാനങ്ങളാണ്. അതിർത്തി സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ യുദ്ധകാല സാഹചര്യമുണ്ട്. അവിടെ തെരഞ്ഞെടുപ്പ് നടത്താവുന്ന ഒരു സമാധാന അന്തരീക്ഷമല്ല. അങ്ങനെയാണെങ്കിൽ തന്നെ വളരെ പ്രകടമാണ്. 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ 5 സംസ്ഥാനങ്ങളിലെ 7 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റാത്ത സ്ഥിതിക്ക് കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ മാത്രമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമോ? ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് ഒന്ന്. മറ്റൊന്ന്, ഇനി തെരഞ്ഞെടുപ്പ് നടന്നാൽ തന്നെയുള്ള ഒരു അപകടം എന്താണ്? ഇപ്പോൾ ജൂലൈ 12-ാം തീയതി, ജനുവരി 12-ന് ആണ് നിലമ്പൂരിൻ്റെ MLA ആയിരുന്ന ശ്രീ PV അൻവർ രാജിവെച്ചത്. അദ്ദേഹം രാജിവെച്ച ഒഴിവിലാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. 6 മാസം കഴിയുന്നത് ജൂലൈ 12-ആണ്. പിന്നെ ജൂലൈ 12-ന് മുമ്പ് തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ ഇപ്പോൾ ജൂൺ മാസത്തിന്, മെയ് മാസം അവസാനമോ ജൂൺ മാസത്തിൽ തന്നെ പ്രഖ്യാപനം നടക്കണം. അങ്ങനെ നടന്നാൽ തന്നെയുള്ള ചില അപകടങ്ങളുണ്ട്. പ്രധാനമായിട്ട് ഇപ്പോൾ ജൂലൈയിലോ ഓഗസ്റ്റിലോ ഒക്കെ തെരഞ്ഞെടുപ്പ് നടന്നാൽ തന്നെ പിന്നെ എത്ര മാസത്തേക്കാണ്? കൃത്യം പറഞ്ഞാൽ ഒരു 8 മാസം പോലും തികച്ച് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിലേക്ക് ഇല്ല. അപ്പോൾ 8 മാസം പോലും കാലാവധി ഇല്ലാത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കോടികൾ ചെലവിട്ട് രാജ്യം നടത്തേണ്ടതുണ്ടോ എന്ന് കേരളത്തിലെ സാഹചര്യത്തിൽ ആലോചിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കേരള ഗവൺമെൻറ് ആ വഴിക്ക് ചിന്തിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശ്രദ്ധയിലേക്ക് കേരള ഗവൺമെൻറ് പുതിയ ചില സാഹചര്യം കൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നാണ് പത്രമാധ്യമങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളിൽ നിന്ന് നമ്മൾ അറിയുന്നത്. അതിലൊന്ന്, ജൂലൈ മാസം കേരളത്തിലെ മൺസൂൺ കാലമാണ്. മൺസൂൺ ഏറ്റവും രൂക്ഷമായി വരുന്ന കാലമാണ് ജൂലൈ മാസം, ഏതാണ്ട് ഓഗസ്റ്റ് പകുതി വരെ. വേറൊരു പ്രത്യേകത കൂടി കേരള ഗവൺമെൻറ് ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. നിലമ്പൂർ എന്നത് ഒരു സാധാരണ മണ്ഡലമല്ല. കേരളത്തിൽ മൺസൂൺ കൊടുമ്പിരിക്കൊള്ളുന്ന, മൺസൂൺ ഏറ്റവും ശക്തി പ്രാപിക്കുന്ന കാലത്ത് നിലമ്പൂർ മണ്ഡലത്തിൻ്റെ പ്രത്യേകത, സമീപകാല ചരിത്രത്തിൽ പോലും വലിയ പ്രകൃതി ദുരന്തങ്ങളുണ്ടായ പ്രദേശമാണ് നിലമ്പൂർ. കവളപ്പാറ ഉൾപ്പെടെ, ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളുടെയൊക്കെ വലിയ കെടുതികൾ കണ്ട നാടാണ്. അതുകൊണ്ട് ഇനി ഒരു മൺസൂൺ കാലത്ത് ഒരു തെരഞ്ഞെടുപ്പ് അവിടെ ആലോചിക്കുന്നതിനെക്കുറിച്ച് നിവൃത്തിയുണ്ടെങ്കിൽ അക്കാലത്ത് ഇലക്ഷൻ നടത്തുന്നത് അത്ര സുരക്ഷിതമല്ല, അപകടരഹിതമല്ല എന്നാണ് ഗവൺമെൻറ് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം. ഏറ്റവും ഒടുവിലത്തെ ഒരു കാര്യം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ എത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് മറ്റൊന്നുമല്ല, മലപ്പുറം ജില്ലയിൽ മാത്രമായിട്ട് പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധികളുണ്ട്. നിപ്പ മലപ്പുറം ജില്ലയിൽ പടർന്നു പിടിക്കുന്നു എന്ന വാർത്തയുണ്ട്. അതിനിടയിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് കോളറ പോലും. ഇപ്പോൾ കോളറ കേരളത്തിൽ വന്നു, മലപ്പുറത്തുണ്ടോ എന്ന് പറയാം. എന്തായാലും കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടതില്ല. കാരണം പല ഭാഗത്തും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു. അതിനകത്ത് മലപ്പുറം ജില്ല പകർച്ചവ്യാധികളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറിയിട്ടുണ്ട്. മലപ്പുറത്ത് നിന്നുള്ള വാർത്തകൾ ധാരാളമായിട്ട് അത്തരം റിപ്പോർട്ടുകൾ ശരിവെക്കുന്നുണ്ട്. അതുകൊണ്ട് അതുമാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. ഇത്രയും കാരണങ്ങൾ വളരെ ഗൗരവത്തോടെ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചിട്ടുള്ള വിവരങ്ങളാണ്. എന്നാൽ
ഒരുപക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മനസ്സിൽ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയാൻ പറ്റാത്ത, നാട്ടുകാരോട് അങ്ങനെ വെളിപ്പെടുത്താൻ പറ്റാത്ത ഒരു സ്വകാര്യം കൂടി സൂക്ഷിക്കുന്നുണ്ടാവണം. അത് മറ്റൊന്നുമല്ല, കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികം, രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷിക ആഘോഷം കേരളമാകെ ആഘോഷപൂർവ്വം നടക്കുകയാണ്. കേരള ഗവൺമെൻറ് നേട്ടങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പാടുപെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. മാത്രമല്ല ഈ സമയത്ത് മറ്റൊന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ സമയത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ ആ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് ഏതാനും മാസത്തേക്ക് മാത്രമേ കാലാവധി ഉള്ളൂവെങ്കിൽ പോലും ആ ഉപതെരഞ്ഞെടുപ്പ് ഒരു പക്ഷേ ഭരണകക്ഷിക്ക് ഒരു പരാജയമായാൽ അത് വലിയ ആഘാതമാകും. അവസാനത്തെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് കൊടുക്കുന്ന ഒരു ഡോസ് ആയിരിക്കും അത് ഒരു പക്ഷേ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരവേലകളെ വലിയ തോതിൽ ബാധിക്കാം. അതാണ് ഒന്ന്. മറ്റൊരു കാരണം കൂടിയുണ്ട് കൂട്ടത്തിൽ. ഇപ്പോഴത്തെ അവസാനം പറയുന്ന 2 കാരണങ്ങളും ഈ ഗവൺമെൻറ് ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചതല്ല, ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തതാണ്. ഒന്ന്, തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി. തീർച്ചയായിട്ടും നിലമ്പൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ ഇടതുപക്ഷം പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും എത്ര ചെറുതാണെങ്കിലും PV അൻവർ എന്നൊരു ഫാക്ടർ കൂടി ഇടതുപക്ഷത്തിനെതിരായി വന്ന് ഭവിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ UDFന് വളരെ രാഷ്ട്രീയമായി നല്ല ബേസുള്ള മണ്ഡലവുമാണ്. അവർക്ക് ജയിച്ചു കയറാൻ, പ്രത്യേകിച്ച് UDFനകത്ത് പടലവിളക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതൊക്കെ ഏതാണ്ട് തീർന്ന സ്ഥിതിക്ക് ഒരു പരാജയം അവിടെ LDF പ്രതീക്ഷിക്കുന്നുണ്ട്. അവസാനമായി ഒരൊറ്റ കാരണം കൂടി, രാഷ്ട്രീയാതീതമായ വോട്ടുകൾ നേടിയിട്ട് ഈ ഇടതുപക്ഷത്തേക്ക് ആ സീറ്റ് വീണ്ടും തിരിച്ചു പിടിക്കാവുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം ഇതുവരെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു എന്ന് നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് അറിയുന്നു. നമ്മളൊക്കെ അത് അറിഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ ഒടുവിൽ ഇപ്പോഴും അങ്ങനെ പാർട്ടി രാഷ്ട്രീയ വോട്ടിന് അപ്പുറത്തേക്ക് വ്യക്തിപരമായ വോട്ടുകൾ നേടാവുന്ന ഒരു സ്വതന്ത്രനെ ഇതുവരെ ഇടതുപക്ഷത്തിന് കണ്ടുകിട്ടിയിട്ടുമില്ല എന്നതുകൂടി ഒരു കാരണമാണ്. ഇത്രയും കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇന്നത്തെ നിരീക്ഷണം ഇങ്ങനെ അവസാനിപ്പിക്കാവുന്നതാണ്. നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് തൽക്കാലം സാധ്യതയില്ല. നന്ദി, നമസ്കാരം.